എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സയൻസിൻ്റെ 5th സ്റ്റാൻഡേർഡിലെ സയൻസിൻ്റെ 6th ചാപ്റ്ററായ സോഴ്സസ് ഓഫ് എനർജി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ നമുക്കിങ്ങനെ ഒരു പിക്ചർ കാണാം. ഇതൊരു പ്ലേ ഗ്രൗണ്ട് പോലെ. അതിൽ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ പിക്ചറിൻ്റെ താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. Do not you also play such games? Do not you feel tired when continuously involved in games? What could be the reason for feeling tired? അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാറില്ലേ? ഇങ്ങനെയുള്ള കളികൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ ടയേർഡ് ആവാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറെന്ന്. ടയർഡ്നെസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലധികം എനർജി കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡിയിൽ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. എന്താണ് ടയർഡ്നെസ് ഫീൽ ചെയ്യാനുള്ള കാരണം? റീസൺ എന്താണ്? നമ്മൾ ബോഡിയിലുള്ള എനർജി ലൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ടയർഡ്നെസ്, അല്ലേ? ദ എബിലിറ്റി ടു ഡു വർക്ക് ഇസ് കോൾഡ് എനർജി. വി കനോട്ട് സീ എനർജി. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ജോലി ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അല്ലേ? ദ എബിലിറ്റി ടു ഡു വർക്ക്. വി കനോട്ട് സീ എനർജി. നമുക്ക് എനർജിയെ കാണാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ദ ഫോംസ് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ഇപ്പം നമ്മളൊരു ഗ്യാസ് സ്റ്റൗവിൽ ഒരു വെസൽ വെച്ചു. ആ വെസൽ ചൂടാവുന്നത്, ഹീറ്റ് ആവുന്നത് നമ്മൾ എനർജി കൺസപ്ഷൻ കൊണ്ടാണ്, എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. എനർജി ഏത് ഫോമിൽ യൂസ് ചെയ്യുന്നത്? ഹീറ്റിൻ്റെ ഫോമിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. വി കനോട്ട് സീ എനർജി. ദെൻ ലൈറ്റ് ആൻഡ് ഹീറ്റ് ആർ ദ ഫോംസ് ഓഫ് എനർജി ദറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്. വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വെയർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? ഹൗസിൽ എനർജി യൂസ് ചെയ്യുന്ന ഏതൊക്കെ സിറ്റുവേഷൻസാണ്? സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ഫോർ കുക്കിംഗ്. അതുപോലെ തന്നെ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താ? മൊബൈൽ ചാർജിങ്, പിന്നെ നമ്മൾ ടാങ്കിലൊക്കെ വെള്ളം നിറയ്ക്കുന്നതൊക്കെ, അല്ലേ? പമ്പിങ് ഓഫ് വാട്ടർ, അങ്ങനെയൊക്കെ പറയാം. വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഇസ് ഒബ്റ്റെയിൻഡ്? കുക്ക് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം ടൈപ്പ് ഓഫ് എനർജീസ് യൂസ് ചെയ്യാറുണ്ട്? വുഡ്, അല്ലേ? വിറക് ഉപയോഗിക്കാറുണ്ട്, കെറസിൻ, അതുപോലെ തന്നെ LPG. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് LPG ആയിരിക്കും. നെക്സ്റ്റ് ഹെഡിങ്, ഫ്യൂവൽസ്. ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്പൺ എർത്ത്, നമ്മൾ ഫയർവുഡ് കത്തിക്കുന്നതാണ് കാണുന്നത്. പിന്നെ കെറസിൻ സ്റ്റൗ, പിന്നെ ഗ്യാസ് സ്റ്റൗസാണ് ഇപ്പം മോസ്റ്റ് ഓഫ് ദി ഹൗസിലും യൂസ് ചെയ്യുന്ന സംഗതികൾ, അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റൗ ആർ യൂസ്ഡ് ഇൻ ഹൗസ്? വിച്ച് ടൈപ്സ് ഡു യു ഹാവ് ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഏതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയാം ഏതാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റൗസ് ആണ്, അല്ലേ? വി യൂസ് ഗ്യാസ് സ്റ്റൗസ് ഫോർ കുക്കിംഗ് ഫുഡ്. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് വെൻ ദേ റിസീവ്ഡ് എനർജി ഫ്രം ഹീറ്റ്. നമ്മൾ ഹീറ്റ് എന്ന എനർജി കൺസപ്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ കുക്കാവുന്നത്. ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി എനർജി എന്ന ഹീറ്റ് നമ്മൾ കൺസപ്ഷൻ ചെയ്യുന്നു. ദെൻ പിന്നെ പറയുന്നത്, വിച്ച് ആർ ദി അതർ മെറ്റീരിയൽസ് യൂസ് ടു ജനറേറ്റ് ഹീറ്റ്? ഇനി വേറെ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഓപ്പൺ എർത്ത് യൂസ് ചെയ്യുന്നത് വുഡ് ബേൺ ചെയ്തിട്ടാണ്, അല്ലേ? നമ്മൾ വുഡൊക്കെ ബേൺ ചെയ്തിട്ടാണ് ഈ അടുപ്പൊക്കെ കത്തിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കെറസിൻ യൂസ് ചെയ്തിട്ടാണ് കെറസിൻ സ്റ്റൗ ഒക്കെ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നതായ ഗ്യാസ് സ്റ്റൗസൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ LPGയുടെ ഹെൽപ്പോടുകൂടി, അല്ലേ? അപ്പോൾ LPG ബേണിങ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഇനി fuels are substances that generate heat when burned. Many materials such as wood, kerosene, LPG, petrol, diesel and coal are fuels. അപ്പം ഇതൊക്കെയാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂവൽസൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് ഹീറ്റിൻ്റെ സഹായത്തോടു കൂടി ബേൺ ചെയ്യുന്നു. അല്ല, ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട് ഹീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ വെസലൊക്കെ ചൂടാവുന്നത്.
but fuels are substances that generate heat when burned. Some materials such as wood, kerosene, LPG, petrol, diesel and coal are some fuels. Next, what helps in burning? Did the firewood always burn well in earth? No. അല്ലേ? എപ്പോഴും ഫയർവുഡ് നന്നായിട്ട് ബേൺ ചെയ്യുമോ? നന്നായിട്ട് കത്തുമോ? ഇല്ല. അപ്പം നന്നായിട്ട് കത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? What to be done to make the firewood burn well? Blowing air using a pipe. എന്താ പറയുന്നത്? ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്. അതായത് ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ ആ മാൻ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ എയർ കടത്തി വിടുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ അടുപ്പിൽ നന്നായിട്ട് എയർ കൊണ്ട് തീ കത്തുന്നതായിട്ട് ആ പിക്ചറിൽ കാണാം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫയർവുഡ്സ് നന്നായിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരുപാട് വിറകുകളൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എയറിന് പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതാവും. അപ്പം കുറച്ച് നല്ല സ്പേസ് ഉണ്ടായിരിക്കണം അല്ലേ? മിനിമം സ്പേസൊക്കെ അലൗ ചെയ്യണം, എന്നാലേ എയർ പോയിട്ട് ആ തീ നന്നായിട്ട് വിറകിന് കത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചിമ്മിനീസൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പുകയൊക്കെ പോകുന്ന ചിമ്മിനീസൊക്കെ ഉണ്ടാവും. ആ ചിമ്മിനീസൊക്കെ നല്ല ഓപ്പൺഡ് ആയിരിക്കണം. ലെയർ പോകാനായിട്ടുള്ള നല്ല ഓപ്പൺഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ടു മച്ച് വിറക് നമ്മൾ വെക്കുന്ന ഫയർവുഡ് അടുപ്പിലൊക്കെ വെക്കുന്നത് കുറയ്ക്കണം. നമുക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? അവോയ്ഡ് ആഡിങ് ടു മച്ച് വുഡ്. യൂസ് ഡ്രൈ വുഡ്. ഉണങ്ങിയ വിറകൊക്കെ യൂസ് ചെയ്യാം. ദെൻ എയർ വെൻറ്റ് ഓപ്പൺ. നെക്സ്റ്റ്, ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്? ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ആവശ്യമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. ടേക്ക് 2 candles of the same size. Light both the candles. Cover one of them with a glass. Observe both the candles. What happened to them? അപ്പോൾ 2 സെയിം സൈസുള്ള ക്യാൻഡിൽ എടുക്കുക, എന്നിട്ട് രണ്ടും കത്തിച്ച് വെക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഒരു ക്യാൻഡിലിനെ മൂടുക. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ്ഡ് അറ്റ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? പ്രിപ്പയർ എക്സ്പെരിമെൻ്റ് നോട്ട്. ഒരു എക്സ്പെരിമെൻ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് കൺക്ലൂഷനാണ് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്? ഇവിടെ എക്സ്പെരിമെൻ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ്, എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് റിക്വയർഡ് ക്യാൻഡിൽ, മാച്ച് ബോക്സ്, ഗ്ലാസ്. അതിൻ്റെ ലക്ഷ്യം, എയിം എന്തായിരുന്നു? ഈസ് എയർ ഇസ് നെസസറി ഫോർ ബേണിങ്. ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻഡിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും എയറിൻ്റെ ആവശ്യം ഉണ്ടോ? പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ 2 ക്യാൻഡിൽ എടുത്തു, അത് രണ്ടും ലൈറ്റ് ചെയ്തു, ഒന്ന് കവർ ചെയ്തപ്പോൾ എന്തായിരുന്നു ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദി പ്രൊസീജിയർ. Take 2 candles of same size. Light both candle. Cover one of them with glass. Observe candle. ഇനി ഇതിൽ നിന്ന് ഒബ്സർവേഷൻ എന്താണ് നമ്മൾ കണ്ടെത്തിയത്? നമുക്ക് കവർ ചെയ്ത ക്യാൻഡിലിൻ്റെ ഫ്ലെയിം ഗോസ് ഔട്ട്. മറ്റ് മെഴുകുതിരിയുടെ ഫ്ലെയിം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഒബ്സർവേഷൻ കണ്ടെത്തിയത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ? ടു ബേൺ എയർ ഈസ് നെസസറി. എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. ഒബ്സർവേഷൻ എന്താ കണ്ടെത്തിയത്? ഫ്ലെയിം ഓഫ് ദി ക്യാൻഡിൽ ദാറ്റ് കവേഴ്സ് ബൈ ഗ്ലാസ് ഗോസ് ഔട്ട്. നെക്സ്റ്റ്, ഹൗ ടു യൂസ് എ എർത്ത്. യു ഒബ്സർവ്ഡ് ദി പിക്ചർ ഓഫ് എർത്ത്, പിക്ചർ 6.5, ഡിഡ്ന്റ് യു? Is it possible to utilize all the heat energy generated? What can be done to reduce heat loss? ഇത് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു, ഒരു മാൻ പൈപ്പ് വെച്ചിട്ട് ഊതുന്ന കണ്ടു. അപ്പം അതിൽ അങ്ങനെ ചെയ്യുന്നത് അടുപ്പ് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അല്ലേ? എയർ പാസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ വിറക് നന്നായിട്ട് കത്താനും ഹീറ്റ് വെസലിൽ തട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഹീറ്റ് നമുക്ക് കൺസപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് കൺസപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിറകിൽ നിന്നൊക്കെ, വിറക് അടുപ്പ് കത്തുമ്പോൾ, നമ്മൾ ഈ വിറക് കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹീറ്റ് നമുക്ക് മുഴുവനായിട്ട് യൂട്ടിലൈസ്
കൺസംഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, മുഴുവനായിട്ട് ആ ഹീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇല്ല, പറ്റുന്നില്ല. കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീറ്റ് ലോസ് ചെയ്യുന്നത് കുറേ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ വെസലും എർത്തും തമ്മിലുള്ള ടൈം ഗ്യാപ്പ്, അതായത് വെസലും എർത്തും തമ്മിലുള്ള ഗ്യാപ്പ് മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈ വുഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് വെസലിൽ ലിഡ് യൂസ് ചെയ്യുക. കുക്കിംഗ് വെസലിൽ ലിഡ് അടപ്പ് യൂസ് ചെയ്യുക. നമ്മൾ വെസലിൽ പാത്രങ്ങളിൽ അടപ്പ് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക, അതാണ് പറയുന്നത്. പിന്നെ കൂടുതൽ പെട്ടെന്ന് ഹീറ്റഡ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ വെസൽസ് യൂസ് ചെയ്യുക. ചില പാത്രങ്ങൾ ഹീറ്റ് തട്ടാൻ കുറേ ടൈം എടുക്കും. ചില പാത്രങ്ങൾ ഈസി ആയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പാത്രങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതായത് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദി എർത്ത് ഷുഡ് ബി മിനിമൈസ്. യൂസ് ഡ്രൈ വുഡ്സ്. ദെൻ യൂസ് ലിഡ് ഓൺ കുക്കിംഗ് വെസൽസ്. Use more heat conducting vessels. Next, other uses of fuels. Diesel is generally used as a fuel in heavy vehicles like bus, truck, excavators, etc. അപ്പം വലിയ വെഹിക്കിൾസിലാണ്, ഹെവി വെഹിക്കിൾസിന് പറയുന്ന പേരാണ് എക്സ്കവേറ്ററീസ്. വലിയ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ലൈക്ക് ബസ്, ട്രക്ക്, അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ് ഡീസൽ. However, petrol, diesel and gas are used in light vehicles like car and auto rickshaws. And factories utilize coal, gas and naphtha. Then jet fuel is used in aircraft. പറഞ്ഞു വന്നത് ഹെവി വെഹിക്കിൾസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഡീസൽസ് ആണ്. ദെൻ പെട്രോളും ഡീസൽസും ഗ്യാസും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിന് യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് കാർ, ഓട്ടോറിക്ഷ, അതുപോലെ. പിന്നെ ചില ഫാക്ടറീസ്, ഇൻഡസ്ട്രീസിന് കോൾ, ഗ്യാസ്, നാപ്ത എന്നുള്ള ഫ്യൂവൽസും യൂസ് ചെയ്യാറുണ്ട്. എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നത് ജെറ്റ് ഫ്യൂവലാണ്. പിന്നെ മറ്റ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഫ്യൂവൽ ഏതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അതായത് വാട്ട് ആർ ദി അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ് ഡിസ്കസ്. നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്, ഇൻഡസ്ട്രിയൽ പേർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ജനറേറ്ററൊക്കെ ഓടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ ഫ്യൂവൽസ്. അതുപോലെ തന്നെ പല ടെർമിനൽ പവർ സ്റ്റേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഴ്സസ്? ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ വെർ റീച്ച്ഡ് ഇൻ പെട്രോൾ പമ്പ്സ്. They are obtained from the crude oil extracted from earth. Do you know how crude oil is formed? എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ ഫോം ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് ഈ പെട്രോൾ ഡീസലൊക്കെ പെട്രോൾ പമ്പിൽ എത്തുന്നത്? നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഫ്യൂവൽസ് നമുക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത്. പെട്രോളും ഡീസലും കെറസിനും അങ്ങനെയുള്ള ഫ്യൂവൽസ് കിട്ടുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്നാണ് പല ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഈ ഫ്യൂവൽസൊക്കെ കിട്ടുന്നത്. അതായത് കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ഓർഗാനിക് മാറ്റേഴ്സ്. പല ജൈവ അവശിഷ്ടങ്ങളിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോയിൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാന്റ്സിൻ്റെ, ആനിമൽസിൻ്റെ ഡെഡ് ബോഡീസിൽ നിന്നാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് സച്ച് ആസ്, നമ്മൾ ഡെയിലി യൂസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത് പെട്രോൾ, ഡീസൽ, കെറസിൻ, LPG ഒക്കെയാണ്. ഇതൊക്കെ ക്രൂഡ് ഓയിലിൽ നിന്ന് റിഫൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ഓൾ റിഫൈൻഡ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്ന് റിഫൈൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സാണ് പെട്രോൾ, ഡീസൽ, കെറസിൻ, LPG ഒക്കെ. Coal used as fuel for running train, ship and also for operating industries before diesel and electricity became popular. Nowadays coal is primarily used in the terminal power plant. മോസ്റ്റ്ലി കോൾ ആണ് പല ഷിപ്സിലും ട്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്നത്. പല ഇൻഡസ്ട്രീസിൽ ഡീസലും
ഒക്കെ ഇലക്ട്രിസിറ്റി പോപ്പുലർ ആവുന്നതിന് മുമ്പായിട്ട് പല ഇൻഡസ്ട്രീസിലും ഡീസൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാം. ഓയിൽ റിഗ്, എണ്ണക്കിണർ, ദെൻ പെട്രോൾ റിഫൈനറീസ്, പെട്രോൾ പമ്പ്, LPG cylinders കാണാം. ദെൻ fossil fuels are formed from the remains of living organism that existed on Earth millions of years ago. Their stock decreases and evenly runs out by consumption. They are refined as non-renewable energy source. അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സാണ് ഫോസിൽ ഫ്യൂവൽസ്. അത് ഫോസിൽ ഫ്യൂവൽസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോള്. ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമുക്ക് അറിയപ്പെടുന്ന ഡീസൽ, പെട്രോൾ, കെറസിൻ, LPG, നാഫ്ത എന്നുള്ള ഫ്യൂവൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് അത് കഴിഞ്ഞു പോകും. അതായത് നമുക്ക് കൺസപ്ഷൻ ചെയ്യുന്നതിന് അത് സ്റ്റോക്ക് ഡിക്രീസായി വരും. അതൊക്കെയാണ് ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.